ഇന്നത്തെ റെസിപ്പി കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഉള്ളിൽ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഫില്ലിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെയാണ്. ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, അതുപോലെ തന്നെ കഴിക്കാനായാലും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതിലേക്ക് ചെറിയൊരു ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കും. ഇനി ഇതിലേക്ക് പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ പാകം പഴുപ്പായിട്ടുള്ള 2 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. പഴം വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം എന്നില്ല, നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് ചെയ്തെടുക്കാം. അപ്പോൾ പഴം നെയ്യിൽ കിടന്നിട്ട് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വഴന്ന് വന്നാൽ ഇനി ഇതിലേക്ക് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള അളവിൽ തേങ്ങ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് കിട്ടിയാൽ ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പൊടിക്ക് പകരം പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ മധുരം നോക്കിയിട്ട് പാകത്തിന് ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 5.5 ടേബിൾ സ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഴത്തിൻ്റെ മധുരമൊക്കെ നോക്കിയിട്ട് പാകത്തിന് ടേസ്റ്റ് നോക്കിയിട്ട് മധുരം ചേർത്ത് കൊടുക്കാം. പിന്നെ ശർക്കരൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ പഞ്ചസാര വെച്ചിട്ടും ചെയ്തെടുക്കാം. പഞ്ചസാരയായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. കൂടെ തന്നെ ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ അവലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ള അവലായാലും ബ്രൗൺ കളർ അവലായാലും ഒന്നും കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള അവൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതേ പാൻ തന്നെ ഒന്ന് കഴുകിയിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് പാകത്തിനൊരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നാൽ ഇനി ഇതിലേക്ക് 1.5 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും ഒന്നും കുഴപ്പമില്ല. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് കുറുകി വെന്ത് വരട്ടെ. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഈ ഒരു പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടണം. അപ്പോൾ റവ ചെറുതായിട്ടൊന്ന് ചൂടാറി കിട്ടിയാൽ ഇനി കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ചെറിയ ബോൾസാക്കി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പഴത്തിൻ്റെ ആ ഒരു ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 സൈഡിൽ നിന്നും ഇതുപോലെ മടക്കി കൊടുത്തിട്ട് ഒന്ന് ബോളാക്കി ഷേപ്പാക്കി എടുക്കാം. ബോളാക്കി ഷേപ്പാക്കി എടുത്തതിന് ശേഷം ഇനി മുകൾ ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമ്മൾ കട്ട്ലേറ്റിനൊക്കെ റെഡിയാക്കി എടുക്കുന്ന രീതിയിൽ ആ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ളതും ഷേപ്പാക്കി എടുക്കാം. പിന്നെ റവ നന്നായിട്ട് തണുത്തിട്ടുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ഷേപ്പാക്കി എടുക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല കറക്റ്റായിട്ട് നല്ല വൃത്തിയായിട്ട് പൊടിഞ്ഞൊന്നും പോവാതെ കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ കയ്യിൽ എണ്ണ തടവിയിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല കറക്റ്റായിട്ട് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാതും ഇതുപോലെ ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കിത് ഫ്രൈ ചെയ്യാതെയും കഴിക്കാം കേട്ടോ, കാരണം അതൊക്കെ വെന്തിട്ടുള്ള സംഭവങ്ങളാണ്. പക്ഷേ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒന്നും കൂടെ ടേസ്റ്റാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഷാലോ ഫ്രൈ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഏതായാലും ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെയാകുമ്പോൾ ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ഒറ്റക്കും വേണമെങ്കിൽ കഴിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ്സ് ഉള്ളിൽ നിറച്ച് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് കളർ മാറി ചെറിയൊരു ലൈറ്റ് കളറായിട്ട് വന്നാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് മൊരിഞ്ഞു പോകണമെന്നൊന്നുമില്ല.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഉള്ളിലെ ആ ഒരു ഫില്ലിങ്സും അതുപോലെ തന്നെ പുറം ഭാഗത്തുള്ള ആ ഒരു റവയുടെ ആ ഒരു കൂട്ടും നല്ല ഫ്രൈ ചെയ്തെടുത്തതും കൂടി ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.